വെള്ളമില്ലാത്തത് കൊണ്ട് മുഖത്ത് ചെളി പാറിപ്പറന്ന് ചുരുണ്ട മുടിയിൽ ചെളി പാറിപ്പറക്കുന്നു, മുഖത്ത് ചെളി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. ഞാൻ ഒരു തുറന്ന സംവാദത്തിന് LDF-നെയും UDF-നെയും ആളുകളെ വെല്ലുവിളിക്കുകയാണ്. ശ്രീ OR കേളുവിനെയും PK ജയലക്ഷ്മിയെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായി ഇത്തവണ ജനവിധി തേടുന്നത് P. ശ്യാംരാജാണ്. BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പോൾ വളരെ വൈകിയാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമൊക്കെ വന്നത്. എന്താ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം? വളരെ മികച്ച പ്രതികരണമാണ്. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകിയതല്ല. പൊതുവെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ നിന്നുള്ള ആളുകളാണ്. ഞാൻ മറ്റൊരു ഇടുക്കിയിൽ നിന്ന് വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം തുടക്കത്തിൽ തന്നെ LDF-ൻ്റെ UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറി. ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ അവസാന പാദം വന്നു നിൽക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ പ്രചരണത്തിൽ ഒരുപാട് മുമ്പിലാണ് എല്ലാ രീതിയിലും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന്, നമ്മൾ ചെറുപ്പക്കാരെ ആകർഷിക്കാനും നൂതനമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണ രീതികളും എല്ലാം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നിന്നൊന്നും ഉണ്ടായിരുന്നിട്ടുള്ള ഇടത്, അതോടൊപ്പം തന്നെ UDF മുന്നണിയോടുള്ള ഇതുവരെയുള്ള ഇവിടുത്തെ യാതൊരു വികസനവും ചെയ്യാത്തതിനുള്ളൊരു എതിർപ്പും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ മുഖം, അതോടൊപ്പം സമരമുഖങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ ശ്യാംരാജുണ്ട്. എന്താണ് വോട്ടർമാരുടെ ഭാഗത്ത് കിട്ടുന്ന ഒരു പ്രതികരണം? എത്രത്തോളം വോട്ട് നേടും, അല്ലെങ്കിൽ വിജയപ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്കുണ്ട്. കാരണം നമ്മളെ ആളുകൾ വൈകുന്നേരങ്ങളിൽ ചാനലുകളിൽ കാണുന്ന ഒരു മുഖമാണെന്ന് നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സമരത്തിലും ആളുകൾ നമ്മളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ABVP സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നപ്പോഴത്തെ സ്റ്റുഡൻസാണ് ഇന്നത്തെ യൂത്ത് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെല്ലുമ്പോൾ തന്നെ പലരും ഇങ്ങോട്ടൊന്നും, ചേട്ടാ ഞാൻ ആ സമയത്ത് ആ കോളേജിൽ പഠിച്ച ആളായിരുന്നു, ആ സമരത്തിൽ കണ്ട ആളായിരുന്നു, അങ്ങനെ ആ സമരത്തിൻ്റെ എല്ലാം ആ സമയത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഇടയിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി സാധിച്ചതും വലിയൊരു രീതിയിൽ നമ്മുടെ ഈ പ്രചരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞ പ്രചരണത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് നിലവിലുണ്ട് എല്ലാം കൊണ്ടും. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് ഇടതുപക്ഷവും UDF-ഉം ആരോപിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് നമുക്ക് വളരെ പരിചിതനാണ്. അപ്പോൾ അതിൻ്റെ പരിചയം ഇങ്ങനെ ചാനലുകളിലും സമരങ്ങളിലും എല്ലാം പരിചിതനാണ്. പിന്നെ എന്നോടൊപ്പം സമരം ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ സമരം ചെയ്തത്, ആ ആളുകളും ഇപ്പോൾ യൂത്തായിട്ടും ഒക്കെ ഇവിടെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു മുന്നേറ്റത്തിന് കാരണമാകും. വലിയൊരു വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. മാനന്തവാടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസനമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ വോട്ടർമാർക്ക് മുന്നിലേക്ക് നിങ്ങൾക്ക് നൽകാനുള്ളൊരു വാഗ്ദാനം, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാം എന്നുറപ്പുള്ള മാനന്തവാടിയുടെ വികസന പ്രതീക്ഷകൾ? നോക്കൂ, അതിനകത്ത് ഞാൻ ധാരാളം പദ്ധതികളും മനസ്സിൽ കരുതിയാണ് ഇവിടെ വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവർ വരുന്നതാണെങ്കിലും താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടിട്ടില്ല എന്ന് മനസ്സിലായത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷമാണല്ലോ നമുക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലായിരുന്നു. ഒരു കോളനിയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വെള്ളമില്ല. അതായത് കോളനിയിലോട്ട് കയറുന്ന വഴിയിൽ ഒരു 2 വീപ്പയ്ക്കകത്ത് വെള്ളം 2 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ വെള്ളം നിറയ്ക്കും. അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകണം. വീടില്ല. ടാർപോളിൻ വലിച്ചു കെട്ടിയ രൂപങ്ങളാണ്. പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് തുണി മാറി കൊടുക്കാനുള്ള അടച്ചുറപ്പുള്ള മുറികളില്ല. ടോയ്ലറ്റ് ഇല്ല. അതായത് കേരളത്തിൻ്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയുടെയും നിലവിൽ തൊട്ട് മുമ്പത്തെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളുവിൻ്റെയും നിയോജക മണ്ഡലത്തിൽ ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് വീടില്ല എന്ന് മാത്രമല്ല, ശൗചാലയങ്ങളില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ സാധാരണ അടിസ്ഥാന വർഗം ഈ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും മാറി മാറി വിജയിപ്പിച്ചിട്ടും യാതൊരു രീതിയിലുള്ള വികസനം അവിടെ നിൽക്കട്ടെ, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഹരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് തന്നെ എനിക്ക് ആദ്യം പറയേണ്ടി വരുന്നു. രണ്ടാമതായിട്ട് നോക്കൂ, വയനാട്ടിൽ നോക്കൂ, ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ആകെ നമ്മുടെ ഗവൺമെൻറ് കോളേജുണ്ട്. വയനാട്ടിലെ എനിക്ക് തോന്നുന്നൊരു 50% വിദ്യാർത്ഥികളും ഒന്നുകിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മൈസൂരോ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയുള്ളവർ കോഴിക്കോട്. നമുക്കിവിടെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം, ജോലിക്കുള്ള അവസരം വേണം. പിന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസത്തിന് വളരെ വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത്. അതിനെ പരിപോഷിക്കാൻ ഇതുവരെ വന്നിട്ടുള്ള LDF-ഉം UDF-ഉം സമ്പൂർണ്ണ പരാജയമായിരുന്നു. ആ ടൂറിസത്തെ വികസിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിലൊക്കെ ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമങ്ങളിൽ പുതിയ ഹോട്ടലുകൾക്ക് അവർ പെർമിഷൻ കൊടുക്കില്ല. പകരം അവിടുത്തെ ഗ്രാമീണരുടെ വീടുകളോട് തന്നെ ചേർന്നിട്ട് പുതിയ മുറികൾ പണിയുകയും അവിടങ്ങളിലാണ് ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്നത്. അപ്പോൾ അത്തരമുള്ള നൂതനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് ഒരു റവന്യൂ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ ആരാണ്? കേന്ദ്രത്തിൽ നിന്ന് എന്തായാലും NDA സർക്കാർ BJP സർക്കാരാണുള്ളത്. ഉടനെയൊന്നും അവിടെ നിന്ന് ഞങ്ങൾ മാറുകയുമില്ല. കേന്ദ്രത്തിൽ NDA സർക്കാരാവുകയും BJP സർക്കാരാവുകയും ഇവിടെ മാനന്തവാടിയിൽ BJPയുടെ MLA ആവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ആസ്പിരേഷണൽ ജില്ലകളിൽപ്പെട്ട ഒന്നാണ്. അതായത് രാജ്യത്തെ തന്നെ മുന്നോട്ട് പോകേണ്ട ജില്ലകളുടെ പട്ടികയിൽപ്പെട്ട ഒന്നാണ് വയനാട്. ഈ വയനാട്ടിൽ വലിയ രീതിയിലുള്ള
ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. വയനാടിൻ്റെ മുഖച്ഛായ തന്നെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ ചുരത്തിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ തീർന്നു, പിന്നെ നമ്മുടെ മണിക്കൂറുകൾ നഷ്ടമാണ്. നമുക്കിവിടെ റോപ്പ് വേ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുമോ? മറ്റ് സമാന്തര പാതകളെക്കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മാനന്തവാടി വഴി മൈസൂർക്കുള്ള ഗ്രീൻഫീൽഡ് പാത 7100 കോടി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് ഒരു മുൻകൈ എടുക്കുന്നില്ല. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ബന്ദിപ്പൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ സമഗ്രമായിട്ടുള്ള വയനാടിൻ്റെ വികസനം, വയനാടിനെ ആസ്പിരേഷണൽ ജില്ല എന്നതിനപ്പുറത്തേക്ക് വികസിത ജില്ല, ഡെവലപ്ഡ് ജില്ല എന്നാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇടുക്കിക്കാരനാണ്, വയനാട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണോ ഇടുക്കിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു വിമർശനവും ഒരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്താ അതിനൊരു മറുപടി? വളരെ രസകരമായ ചോദ്യമാണ്. വയനാട്ടിൽ ആളില്ലാത്തതുകൊണ്ടാണ് ആനി രാജാനെ ഇവിടെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. വയനാട്ടിൽ ആളില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും UDF ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും ആനി രാജയ്ക്ക് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം P ശ്യാംരാജിന് ഇടുക്കിയിൽ നിന്നില്ല. ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ വയനാട്ടിലുള്ളയാളാണ്. കരിന്തണ്ടൻ സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ നമ്മൾ കയറി വരുമ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. ആ പ്രതിമ സ്ഥാപിക്കാൻ RSSൻ്റെ പ്രചാരകനായിരുന്ന രാമനുണ്ണി ചേട്ടനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് ഞാൻ. പിന്നെ ഈ നമ്മുടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സമയത്ത്, വയനാട് ദുരന്തം ഉണ്ടായ സമയത്തും 1.5 മാസത്തോളം ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത്, ഒരുപക്ഷെ എൻ്റെ ഒരു വയനാടുമായിട്ടുള്ള ബന്ധമെടുത്താൽ ഒരു പതിറ്റാണ്ടിലധികമുള്ള ബന്ധമുണ്ട്. ഞാനാണ് പുതിയതാണെന്ന് പറയുന്നത്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വികസനം പറയാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ 2 ക്യാബിനറ്റ് മന്ത്രിമാരെ ഇവിടെ നിന്ന് കൊടുത്ത് ഈ വയനാട്ടുകാർ, ഈ മാനന്തവാടിക്കാർ ജയിപ്പിച്ചിട്ടു. എന്നിട്ടും അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചോദിച്ചവർക്ക് വോട്ട് ചോദിച്ച് ചെല്ലാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു പണി എന്താണ്, BJP ആളെ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്, വളരെ പോസിറ്റീവാണ്. അപ്പോൾ എന്തായാലും ചിന്തിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള ജനതയാണല്ലോ, അവരിത്തരം LDFൻ്റെ UDFൻ്റെ വാദങ്ങൾക്കൊന്നും മുഖം കൊടുക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. വോട്ടിൻ്റെ ഏകദേശം ശരാശരി എത്ര വോട്ട് ലഭിക്കുമെന്നാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് മനസ്സിലാവുന്നത്? വിജയം അത് ഞാനിപ്പോൾ റിപ്പോർട്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ തന്ത്രങ്ങൾ മെനയുമല്ലോ. എന്തായാലും ഞങ്ങൾക്ക് അവിടെ ഒരു കണക്കൂട്ടലുണ്ട്. ആ കണക്കൂട്ടലനുസരിച്ചിട്ട് വിജയത്തിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടിയിലെ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളൊരു പരാമർശം താങ്കൾ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായി. എന്താ അതിലൊരു പൊരുളെന്താ? ആണല്ലോ അതിവിടെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതിവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ പള്ളിയറ രാമേട്ടൻ്റെ അടുത്തേക്കാണ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. അവരെങ്ങോട്ടാണ് പോയെന്ന് അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാ രീതിയിലും. അത് നിങ്ങളൊന്ന് അന്വേഷിച്ചും കൂടെ നോക്കണം. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതും ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം, PK ജയലക്ഷ്മിക്കെതിരെ ഇവിടെ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ നോമിനി തന്നെയാണ്, യാതൊരു സംശയമില്ല. അതും ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലം പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം? തീർച്ചയായിട്ടും പിടിക്കണം. കാരണം പിടിക്കുക എന്നുള്ളത് എൻ്റെ BJPയുടെ മാത്രം ആവശ്യമില്ല, ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം അത്രമാത്രം ഒരു പോരായ്മ ഈ മണ്ഡലത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജനപ്രതിനിധി അല്ല. എനിക്ക് തോന്നുന്ന വേദന പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളനി പോയപ്പോൾ, 4 സെൻറ്റ് കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ സ്ഥിതി കണ്ടപ്പോൾ നമുക്ക് അത്രമാത്രം വേദന തോന്നുകയാണ്. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു MLA മന്ത്രി ഒന്നുമല്ല. സാധാരണ എനിക്ക് തോന്നുന്ന ഒരു വികാരം, ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നയാൾ. ഇപ്പോൾ ഇന്നലെ നമ്മുടെ കേന്ദ്ര പട്ടികവർഗ വകുപ്പ് സഹമന്ത്രി ഇവിടെ ദുർഗാദാസ് ഉയികേജി മാനന്തവാടിയിൽ വന്നത്, ഞാനവിടെ അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ശ്യാമേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പണത്തിൻ്റെ ഒരു പ്രശ്നമേ ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലോട്ടോ ഏത് സംസ്ഥാനത്തിനും പട്ടികവർഗ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന പണത്തിന് ഒരു ലിമിറ്റില്ല. എത്രയാണ് ആവശ്യപ്പെടുന്നത് അത്രയും കൊടുക്കും. എന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഈ 2026 ഇന്ന് നമ്മൾ April 4 നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ വയനാട്ടിലെ മാനന്തവാടിയിൽ ശൗചാലയങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടെങ്കിൽ എന്ത് ജോലി ഇവർ ചെയ്യുന്നത്? ഈ OR കേളുവിൻ്റെ ജോലി എന്താ? അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ മാത്രം വകുപ്പല്ലേ? K രാധാകൃഷ്ണൻ ആയിരുന്നപ്പോൾ ദേവസ്വം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊരു ചോദ്യം കേട്ടോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ള മറ്റൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വകുപ്പ് മാത്രം ഉണ്ടായിട്ടും എന്താണ് അദ്ദേഹം കഴിഞ്ഞ 3-4 വർഷം ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിന് പരിഹാരം വേണ്ടേ? നമ്മുടെ അടിസ്ഥാന ജനത, നമ്മുടെ ആദിവാസി ജനത ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയോ? അവർക്ക് വെള്ളം വേണ്ടേ? അവർക്ക് വീട് വേണ്ടേ? അവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ഞാൻ വെള്ളമില്ലാത്തത് കൊണ്ട് മുഖത്ത് ചെളി പാറിപ്പറന്ന്, ചുരുണ്ട മുടിയിൽ ചെളി പാറിപ്പറക്കുന്നു, മുഖത്ത് ചെളി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. ഞാൻ ഒരു തുറന്ന സംവാദത്തിന് LDFനെയും UDFനെയും ആളുകളെ വെല്ലുവിളിക്കുകയാണ്. ശ്രീ OR കേളുവിനെയും PK ജയലക്ഷ്മിയെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്.
ഇത്തരം ഒരു കാഴ്ച ഞാൻ കണ്ടു. അതിനെക്കുറിച്ചൊരു സംവാദത്തിന് ഇവർ തയ്യാറാണോ? ഇവർക്ക് ഇത്രയധികം അധികാരങ്ങൾ കിട്ടിയിട്ട് ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഫണ്ടുണ്ട്, വണ്ടിയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളമില്ല, കുഴിയിൽ പായൽ പിടിച്ച് കൊഴുത്തിരുണ്ട വെള്ളമാണ്. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുക. ഇവർ ബിസ്ലറി കുടിക്കും, അക്വാഫിന കുടിക്കും, ഈ ഓർക്കഡും പി കെ ജയലക്ഷ്മിയൊക്കെ. ഈ പാവപ്പെട്ടവരെന്താ കുടിക്കുന്നത്? ആ പാവപ്പെട്ടവർക്ക് വേണ്ടി MLA ആക്കിയ, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി മന്ത്രിയായ ആളാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തുറന്ന വെല്ലുവിളി നടത്തുകയാണ്, ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും തുറന്ന വെല്ലുവിളി. ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ വികസനത്തെക്കുറിച്ചിട്ട് തുറന്ന ചർച്ചയ്ക്ക് ഇവർ തയ്യാറാണോ? ജനങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ തിരിച്ചറിയും. അതിൽ നിന്നൊരു മോചനം വേണം. എപ്പോഴും പൊതുവെ ചൂഷണം എന്നുള്ള വാക്ക് ഇടതുപക്ഷമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ചൂഷണം നടത്തുന്നതും ഇടതുപക്ഷമാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസും. ആ ചൂഷണം നടത്താൻ ഇനി അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ആ ചൂഷണത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരണമെന്ന് ഞങ്ങളും ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. അത് കേവലം BJPയുടെ എൻ്റെ ആവശ്യമല്ല, നമ്മുടെ നാടിൻ്റെ, ഇവിടുത്തെ ജനതയുടെ മുന്നോട്ട് പോക്കിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ ആവശ്യമാണ്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും തയ്യാറാക്കി? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ചില ഐഡിയാസാണ്. അതാണ് പറഞ്ഞത്, ഒന്ന് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ ഏതെങ്കിലും ഒരു കോളനികളിൽ മാത്രമായിട്ട് മാറ്റി പാർപ്പിക്കാതെ അവരെ പൊതുജനങ്ങൾ തന്നെ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു അവിടെ താമസിപ്പിക്കൽ നടക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ട് അവർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ, ഇപ്പോൾ ചില ആളുകൾ പുറത്തേക്ക് വരാൻ വേണ്ടി താല്പര്യപ്പെടാത്തവരുണ്ടാവും. അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ ഏത് വനഭൂമിയാണെങ്കിലും 3 മീറ്റർ നീളത്തിൽ വരെ റോഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയുണ്ട്, നിയമപരമായിട്ട് അതിനുള്ള അനുമതിയുണ്ട്. അങ്ങോട്ട് ഇത് കൊടുക്കണം, റോഡ് കൊടുക്കണം, വെള്ളം എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുക. രണ്ടാമതായിട്ട് ഇവിടെ കുറിച്യ കമ്മ്യൂണിറ്റി ഉണ്ട്. ലോകത്തിലെ തന്നെ ആർച്ചറിയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ളവരാണ് അമ്പെയ്ത്തിൽ. അതിനെ പരിപോഷിപ്പിക്കാൻ ഇതുവരെ മാറി മാറി വന്ന ആ വിഭാഗത്തിൽ നിന്ന് തന്നെ മന്ത്രിമാരുണ്ടായിട്ടും ഒരു സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ജയിച്ചു വന്നാൽ ആ ആർച്ചറി, അവരുടെ ആയോധന കലയെ പരിപോഷിപ്പിക്കാൻ ഇവരുടെ ഒരു ആർച്ചറി സെൻറ്റർ, അത് കുറിച്ച് വിഭാഗത്തിന് മാത്രമല്ല മറ്റാളുകളെ കൂടി നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ അവരുടെ ആ തനത് സംസ്കാരം നിലനിർത്താൻ വേണ്ടി പറ്റുമോ? മറുവശത്ത് പണിയ കമ്മ്യൂണിറ്റി, തുടി ലോക പ്രശസ്തമാണ് അല്ലേ, നമ്മളൊക്കെ ഉപയോഗിക്കലുണ്ട്. തുടി കാണാനും രസമാണ്, ആ തുടി കൊട്ടിയുള്ള നൃത്തമൊക്കെ രസമാണ്, പണിയ നൃത്തം രസമാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടും സംരക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് ഗ്രാൻഡ് നമുക്ക് കൊടുക്കണം. അതായത് ഇതുവരെ ഇടതുപക്ഷവും കോൺഗ്രസും ചെയ്തത്, ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ദരിദ്രരും ആരെങ്കിലുമൊക്കെ കൈപിടിച്ച് ഉയർത്തപ്പെടേണ്ടവരും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയില്ലാത്തവരും എന്നാണ് കേരളത്തിൽ പൊതുചിത്രമായിട്ട് LDFും UDFും കൊണ്ടുവന്നത്. BJP പറയുന്നത് ട്രൈബ്സിന്, ആദിവാസികൾക്ക് അതിപുരാതനവും ശക്തവും വിശാലവുമായിട്ടുള്ള ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, അവരുടേതായിട്ടുള്ള തനത് കലകളും ആയോധന രീതികളുമുണ്ട്. ഇതിനെ പരിപോഷിപ്പിച്ച് ഇതിനെ പുറം ലോകത്തേക്ക് അറിയിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ആത്മാഭിമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP. അതുണ്ട് അവർക്ക്, ഓൾറെഡി ആത്മാഭിമാനം ഉള്ള കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇടതുപക്ഷം പറയുന്നത് അങ്ങനെയല്ല. പൊതുവെ ഇപ്പോൾ സിനിമകളിലായിക്കോട്ടെ, സീരിയലിലായിക്കോട്ടെ എന്താ പറയുന്നത്? ആദിവാസി എന്നാണ് പറയുന്നത്. ഇവിടെ അട്ടപ്പാടിയിലെ ആദിവാസികൾ ലുലുമാൾ കാണാൻ വന്ന പോലെ നിറങ്ങിയ സിനിമകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പോൾ ആദിവാസികളെന്തോ വലിയ അത്തരത്തിലെന്തോ ലുലുമാൾ കാണാത്തവരാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്രയോ വിശാലമായിട്ടുള്ള ഒരു പ്രൗഡ് ആയിട്ടുള്ളൊരു കൾച്ചറുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ശബരിമല വനങ്ങളിൽ താമസിച്ചിരുന്നത് വളരെ പുരാതനമായിട്ട് ആ വനങ്ങളിൽ വളരെ വിശാലമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സർവ്വവിധ സാമ്പത്തികമായിട്ടും ഒക്കെ താമസിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും ഇപ്പോൾ നമ്മുടെ കാട്ടുനായ്ക്കർ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ കാട്ടിൽ പോകുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളെയും കുട്ടികളെയും പിന്നിൽ നടത്തും. ഒരാനയോ മറ്റെന്തെങ്കിലും മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ അവർ മൃഗങ്ങളുടെ മുമ്പിലോട്ട് ചാടും, സ്ത്രീകളെയും കുട്ടികളെയും മറ്റു വഴി ഓടിച്ചുവിടും. നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ പോലെ. അതായത് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ജീവൻ പോലും കൊടുക്കും. ഇന്ന് ഈ 2026 നടക്കുന്നുണ്ടത്. അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് നിലമ്പൂർ, മണിയൻ എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, സ്ത്രീകളെയും കുട്ടികളെയും ജീവൻ കൊടുത്ത് സംരക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര വലിയ സംസ്കാരത്തിനുടമകളായിട്ടുള്ള ജനങ്ങൾ അറിയേണ്ട, ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ട ഒരു വിഭാഗമാണ്. പക്ഷേ കേരളത്തിൽ അവർ അവതരിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതിന് പരിപൂർണമായ മാറ്റം ഉണ്ടാവണം. അവർ സാമ്പത്തികമായിട്ട് മുന്നേറേണ്ടതുണ്ട്. ആ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും, വികസനം അവരിലേക്ക് എത്തിക്കും. അതോടൊപ്പം അവർ സാംസ്കാരികമായിട്ട് ആത്മാഭിമാനം വർദ്ധിക്കാനും യഥാർത്ഥത്തിൽ അവരെന്താണെന്നൊന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് കൂടി BJP ഇതിനെ കാണും. ഒരു ഉദാഹരണമാണ് ദ്രൗപദി മുർമു. ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമുവാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സർവോന്നത പദവിയിൽ ഒരു ട്രൈബ് ഇരിക്കാൻ അർഹയാണ്. അതിനുള്ള കഴിവും പ്രാപ്തിയുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു.
അത് ഞങ്ങളുടെ കാലത്ത് മാത്രമാണ് അത്തരം ആളുകൾ ഉണ്ടായിരുന്നത് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങളുടെ കാലത്താണ് അത്തരം കഴിവും പ്രാപ്തിയുമുള്ളവരെ പരിഗണിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടപ്പിലാക്കണമെന്നും വയനാട്ടിലെ പുതിയ നമ്മുടെ സ്പോർട്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കായികമായിട്ട് പവറുള്ള സ്കൂൾ കായികമേളയ്ക്കൊക്കെ ഒരുപാട് ഗോൾഡ് മെഡലിസ്റ്റൊക്കെ കിട്ടിയിട്ടുള്ള ഇന്നലെ ഞങ്ങളൊരു കുട്ടിയെ കണ്ടു. ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി 100 മീറ്ററിൽ ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രൈബ് നോൺ ട്രൈബ് എല്ലാ ആളുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പോർട്സ് സെൻറ്റർ നമ്മുടെ എല്ലാ കാര്യത്തിനും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഖേലോ ഇന്ത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു കായിക സെൻറ്റർ സ്പോർട്സ് സെൻറ്റർ ഇവിടെ നമുക്ക് തുടങ്ങണം. അങ്ങനെ വയനാട്ടിനെ സമഗ്രമായിട്ട് അതിൻ്റെ എല്ലാ സകാരാത്മകമായിട്ടുള്ള ഗുണങ്ങളെയും ഉപയോഗിച്ച് ഈ ആസ്പിരേഷണൽ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഡെവലപ്ഡ് ജില്ലയാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും വയനാട്ടിൽ തന്നെ ഉണ്ടാവും സജീവ പ്രവർത്തനമായിട്ട്? തീർച്ചയായിട്ടും ഉണ്ടാവും. വയനാട്ടിൽ കാരണം ഞാൻ പൊളിറ്റിക്സിലോട്ട് വന്നത് കേവലമായിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമല്ല, പൊതു പ്രവർത്തനം നടത്തിയിട്ടാണ് ഞാൻ പൊളിറ്റിക്സിലോട്ട് വന്നിട്ടുള്ളത്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ട്രൈബൽ ഏരിയാസിൽ പോയിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ട്യൂഷൻ കൊടുക്കുമായിരുന്നു. അവിടുത്തെ ട്രൈബൽ ഓറിയൻറ്റേഷൻ ഞാൻ തന്നെ നിരവധിയായിട്ടുള്ള കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എക്സാം എഴുതിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ട്രൈബ്സിൻ്റെ കേരളത്തിലെ വലിയൊരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചു, 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കും, ഒരു 12 ആകുമ്പോഴത്തേക്ക് ഇത്തിരി കുറയും, ഡിഗ്രി PG ആകുമ്പോഴത്തേക്ക് കുറയും. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പഠിക്കാനുള്ള കഴിവുണ്ട്, ഓറിയൻറ്റേഷൻ്റെ കുറവാണ്. കഴിവുണ്ട്, ഈ ഒരു മനസ്സ് ചേഞ്ച് ചെയ്യുന്ന പ്രായത്തിൽ എന്താണ് അവർക്ക് ഓറിയൻറ്റേഷൻ കൂടി കൊടുക്കണം. ആ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ എല്ലാ വർഷവും ഞാൻ ബിയോണ്ട് പൊളിറ്റിക്സ് ചെയ്യലുണ്ട്. നമ്മുടെ ഓരോരോ ഏരിയകളിൽ പോയി കുട്ടികളെ അതും വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ട് അങ്ങനെ നിരവധി കുട്ടികളെ ഇപ്പോൾ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വിട്ടിട്ടുണ്ട്. സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്യുന്നുണ്ട്, കേരള എൻട്രൻസ് എഴുതിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ അതിൽ പരാജയപ്പെട്ടാലും അവർ മികച്ച വിദ്യാഭ്യാസം നേടി നിലവിലുള്ള അവരെക്കാൾ കൂടുതൽ കരുത്തലായിട്ട് മാറും. ബേസിക് ഏതൊരു മനുഷ്യൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെയാണ് അവൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് വയനാട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും വയനാട്ടിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജയിച്ചാലും തോറ്റാലും ഒക്കെ എന്തായാലും റിസൾട്ട് വാട്ട് എവർ മേ ബി ദ റിസൾട്ട് ശ്യാംരാജ് ഇവിടെ ഉണ്ടാവും, എന്തായാലും വയനാട്ടിലുണ്ടാവും. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ശ്യാംരാജ് തൻ്റെ 2ാം ഘട്ട പര്യടനം മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടത്തുന്നത്. അടിസ്ഥാനപരമായ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവരുടെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും ഉറപ്പു നൽകിക്കൊണ്ടാണ് ശ്യാംരാജ് ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.